പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമറിയം നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയിൽ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിശ്ചയമായി നിറവേറുക തന്നെ ചെയ്യും. നാം ചിന്തിക്കും കാലതാമസം വരുന്നു, കർത്താവ് പറഞ്ഞ വാഗ്ദത്തമല്ലേ, കർത്താവ് പറഞ്ഞ പ്രവചനങ്ങളല്ലേ, എന്തുകൊണ്ട് ഇങ്ങനെ താമസിക്കുന്നു എന്ന് നമുക്കൊരു ചിന്തയും ചോദ്യങ്ങളും ഉണ്ടാകാം. വിശ്വാസത്തോടെ ദൈവവചനത്തിൽ അടിയുറച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 20-ാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായക കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിക്കുവാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. സെഖര്യാവും ദൂതനുമായിട്ടുള്ള സംഭാഷണത്തിൽ ദൈവത്തിന്റെ ദൂതനെ അയച്ച സെഖര്യാവിനോട് സംസാരിക്കുന്നു. നീ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മറുപടി നിനക്ക് ലഭ്യമാകാൻ പോകുന്നു. ദൈവപ്രവൃത്തി നിന്റെ പ്രാർത്ഥനയുടെ വിഷയത്തിൽ വെളിപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ സെഖര്യാവിന്റെ മറുപടി അതിപ്രകാരമാണ്. സെഖര്യാവ് ദൂതനോട്, ഇത് ഞാൻ എന്തൊന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. കർത്താവിന് വഴിയൊരുക്കുവാൻ ഒരുവൻ സെഖര്യാവേ നിന്റെ വീട്ടിനകത്തു ജനിക്കുമെന്ന് പറയുമ്പോൾ, എലിസബത്ത് ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ സെഖര്യാവിന്റെ മറുപടി മാനുഷികമായി സകല സാധ്യതകളും അസ്തമിച്ച ഒരു മറുപടിയാണ് പറയുന്നത്. ഞാനിത് എന്തൊന്നിനാൽ അറിയും? നമ്മുടെ പലരുടെയും ചോദ്യം ഇതാണ്. കുറെ നാളുകൊണ്ട് കേൾക്കുന്ന ദൂതുകളാണ്, ഏറിയ നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ദൂതുകൾ ഒട്ടനവധി കേൾക്കുന്നുമുണ്ട്. എന്നാൽ ഇതിന്റെ വിടുതൽ ലഭിക്കുമെന്ന് എന്തെന്നിനാൽ ഞാൻ അറിയുമെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. പ്രിയരെ, ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ അങ്ങനൊരു ചോദ്യം താങ്കളുടെ മനസ്സിൽ കലങ്ങി മറിയുന്നുണ്ടെങ്കിൽ, ഈ ദൂത് സത്യമോ, ഈ പ്രവചനം ആമേശ്വര സത്യമോ എന്നൊരു ചോദ്യം ഹൃദയത്തിനകത്ത് കിടപ്പുണ്ടെങ്കിൽ അതിനൊരു മറുപടി പരിശുദ്ധാത്മ തരാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ നാളിതുവരെ പ്രാർത്ഥിച്ച, നാളിതുവരെ കണ്ണുനീരൊഴുക്കിയ വിഷയത്തിന്റെ മേൽ ദൈവിക മറുപടികൾ ചലിക്കും. ഇവിടെ സെഖര്യാവ് ദൂതനോട് പറയുന്ന മറുപടിയാ, ഇത് ഞാൻ എന്തെന്നാൽ അറിയും. എന്നിട്ട് അടുത്ത വാക്യം, സാധ്യതകളെ കുറിച്ച് ചിന്തിക്കുന്ന ആ മനുഷ്യൻ അല്ലെങ്കിൽ സെഖര്യാവ് പറയാ, എന്നെ ഒന്ന് ശ്രദ്ധിക്ക്, ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ. സകല സാധ്യതകളും അസ്തമിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. സാധ്യതകൾക്ക് 1% പോലും ചാൻസ് ഇല്ലാത്ത ഒരു വേടാണ് എലിസബത്ത് അല്ലെങ്കിൽ സെഖര്യാവ് അവിടെ പറയുന്നത്. ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ സകല സാധ്യതകളും താങ്കളുടെ മുമ്പിൽ അടഞ്ഞ് 1% പോലും രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ്, ഒരു ചാൻസും ഇല്ലെന്ന് പറഞ്ഞ് വിലയിരുത്തിയ ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിഹാരത്തിന്റെ കരം ചലിക്കും, ദൈവത്തിന്റെ വിടുതലിന്റെ കരം ചലിക്കും. വിശ്വാസത്തോടെ എന്നോട് ചേർന്ന് ആമേൻ പറയാൻ താല്പര്യമുള്ളവർ ആമേശ്വര കർത്താവിന് ആമേൻ പറഞ്ഞു ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങുക. അതേ പ്രവചന ശബ്ദമായി ഞാൻ കൈമാറുന്നു. സകല സാധ്യതകളും താങ്കളുടെ മുമ്പിൽ അടഞ്ഞു നിൽക്കുകയായിരിക്കാം. ഇനി എത്ര പ്രവചനങ്ങൾ കേട്ടാലും, എത്ര പേർ പ്രാർത്ഥിച്ചാലും എൻ്റെ ഈ വഴി അടഞ്ഞത് തന്നെയാണെന്ന് ചിന്തിച്ച ചില വിഷയങ്ങളില്ലേ? ഹല്ലേലൂയ. ആ വിഷയങ്ങളെ നോക്കി ദൈവാത്മാവ് പറയുന്നു, മാനുഷികമായി ചില വാതിലുകൾ അടഞ്ഞേക്കാം, മാനുഷികമായ ചില സാധ്യതകൾ അടഞ്ഞു നിൽക്കുകയായിരിക്കാം. എന്നാൽ മാനുഷികമായ ചില സാധ്യതകൾ അടയുമ്പോൾ ദൈവികമായ ചിലത് താങ്കൾക്ക് വേണ്ടി ദൈവം തുറന്നു തരുമെന്നേ, ദൈവികമായ ചിലത് ദൈവം കരുതി വെച്ചിട്ടുണ്ടെന്നേ. ഇന്നും ഈ സമയത്ത് ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ അടിയുറച്ച് വിശ്വസിക്കാൻ തയ്യാറാകുക. കർത്താവിന് ഇഷ്ടം.
വളരെ ന്യായമായൊരു മറുപടിയാണ് സെഖര്യാവിൻ്റെ. ഞാൻ വൃദ്ധനായി, ഇനി ഒരു കുഞ്ഞിന് ജനനം കൊടുക്കാൻ എനിക്കോ എലിസബത്തിന് എൻ്റെ ഭാര്യയ്ക്കോ കഴിവുള്ളതല്ല, വയസ്സ് ചെന്നവളാണ് ഞാൻ. ദൈവത്തിന് മഹത്വം. അടുത്ത വാക്യത്തിലാണ് ദൂതൻ അവനോട് പറയുന്നൊരു കാര്യം, ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. ഈ ദൂത് പറഞ്ഞത് സാധാരണ ഒരു വ്യക്തിയല്ല. സെഖര്യാവിനോട് പറയാം, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേല. വെറുതെ ഒരു പാഴ്വാക്ക് പറഞ്ഞിട്ട് പോകാൻ വന്നതല്ല, മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ട് പോകാൻ വന്നതല്ല. തരുമെന്ന് പറഞ്ഞാൽ തരാൻ കരുത്തുള്ള ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു ദൂതനാണെന്ന് ഗബ്രിയേൽ പറയുക. അടുത്ത വാക്യം, നിന്നോട് സംസാരിക്കുവാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു. പ്രിയരെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ നാഥ, ഇനിയൊരു വഴി എനിക്ക് തുറക്കത്തില്ലേ? എൻ്റെ സകല സാധ്യതകളും അസ്തമിച്ചു നിൽക്കുന്നു. എനിക്കിനി മുൻപോട്ട് പോകാൻ കഴിയില്ല. ഇനി ആരെന്നെ സഹായിക്കും? ആരെന്നെ കരുതും? ഈ ഒരു വിഷയത്തിനകത്ത് എനിക്കൊരു മറുപടിയില്ല എന്ന് വേദനപ്പെട്ട് നിരാശപ്പെട്ട് കൺകലങ്ങിയിരിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ, താങ്കളോട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയോടെ ആ വചനത്തിൻ്റെ വിടുതൽ താങ്കളോട് ഇടപെടുന്നു. ഇങ്ങനെയാണ് പറയുന്നത്, നിന്നോട് സംസാരിക്കുന്ന ഗബ്രിയേൽ എന്ന ദൂതനാകുന്നു ഞാൻ. എന്നിട്ട് അടുത്ത പദം, എന്നെ അയച്ചിരിക്കുന്നു നിന്നോട് ഈ കാര്യം അറിയിക്കാൻ, നിന്നോട് ഈ സദ്വർത്തമാനം അറിയിക്കാൻ എന്നെ അയച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അടുത്ത നമ്മൾ വായിച്ച വേദഭാഗത്തിൽ കാണാൻ കഴിയുന്നത്, ദൂതൻ പറയുക, ഒരു കാര്യം ചെയ്യും, ഈ ദൂത് വെളിപ്പെടുന്നത് വരെ നിവർത്തിക്കുവാനുള്ള ഈ കാലം തികയുന്നവരെ നീ മിണ്ടണ്ട. ദൈവത്തിന് സ്തോത്രം. കാര്യം, നീ അവിശ്വാസത്തിന്റെ വാക്കുകളെ പറയത്തുള്ളൂ. ചിലരെ നോക്കി ഞാൻ പറയാം, അവിശ്വാസത്തിന്റെ വാക്കുകൾ പുറത്തുകളാ. നമ്മുടെ വിടുതലിന് എതിരായി ചലിക്കുന്ന സകല അവിശ്വാസത്തിന്റെ വാക്കുകളെയും അവിശ്വാസത്തിന്റെ വാക്കുകൾ കൊണ്ടുവരുന്ന വ്യക്തികളെയും നമ്മൾ അകറ്റി നിർത്തണം. ദൈവത്തിന് സ്തോത്രം. കാര്യം, വർഷങ്ങളുടെ കാലപ്പഴക്കം കാണാം താങ്കളുടെ വിഷയത്തിന്. അതുകൊണ്ട് അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയും, തെറ്റല്ല. പക്ഷേ അവിശ്വാസത്തിന്റെ വാക്കല്ല ദൈവസന്നിധി വേണ്ടത്. വിശ്വാസത്തിന്റെ ചില വാക്കുകൾ നാം പറഞ്ഞു തുടങ്ങണം. ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ വിശ്വാസത്തിന്റെ ചില വാക്കുകൾ പറഞ്ഞു തുടങ്ങട്ടെ. അവിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മൾ അപ്പാടെ മാറ്റി നിർത്തുവാൻ, അവിശ്വാസമല്ല പറയേണ്ടത്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഉറച്ച സ്വരത്തോടെ പറയാൻ തുടങ്ങട്ടെ. ഹല്ലേലൂയ. ഇത് ഞാൻ എന്തെന്നുകൊണ്ട് വിശ്വസിക്കുമെന്ന് സെഖര്യാവ് ചോദിക്കും. ദൈവത്തിന്റെ ദൂതന്റെ മറുപടി, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൂതൻ ഗബ്രിയേലാകുന്നു. ഇതാണ് പ്രിയരെ എനിക്ക് ഇന്ന് ഈ സന്ദേശം നിങ്ങളോട് കൈമാറാനുള്ളത്. പാസ്റ്റർ, എൻ്റെ ഈ വിഷയത്തിൻ്റെ മറുപടി ലഭിക്കുമെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? എൻ്റെ ഈ വിഷയത്തിനൊരു നീക്കുപോക്ക് ലഭിക്കുമെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? മറുപടി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉറപ്പാണ്. ദൈവം എന്തെങ്കിലും താങ്കളോട് കൈമാറിയിട്ടുണ്ടെങ്കിൽ ആമേൻ കർത്താവേ, അതെന്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ തയ്യാറാകുക. നിശ്ചയമായി താങ്കളുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന, താങ്കളുടെ ലൈഫിനകത്ത് വിടുതലേകുന്ന ദൈവത്തിന്റെ കരം ചലിക്കും. വളരെ പ്രാർത്ഥനയോടെ വിശ്വാസത്തിന്റെ വാക്കുകൾ ഉരുവിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.